നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരള എഞ്ചിനീയറിംഗ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. ജൂലൈ 6-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് ഓപ്ഷനുകൾ സേവ് ചെയ്യാനുള്ള അവസരം. കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ്. 2000 രൂപ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസാണ്. എന്നാൽ ഫീസ് ആനുകൂല്യമുള്ളവർക്ക് 500 രൂപ മാത്രമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഫീസ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ആ കോളേജിലാണ് നമ്മൾ ചേരുന്നതെങ്കിൽ അതിനുശേഷമുള്ള തുക മാത്രം ഫീസായിട്ട് ഒടുക്കിയാൽ മതിയാകും. എന്നാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് തുടർ നടപടികളിലേക്ക് അഡ്മിഷനിലേക്ക് പോയില്ല എങ്കിൽ അഡ്മിഷൻ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടമാവുകയും ചെയ്യും. കൂടുതൽ വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ce.kerala.gov.in എന്ന കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴിയാണ് ഓപ്ഷൻ രജിസ്ട്രേഷനുകൾ നമ്മൾ നടത്തേണ്ടത്. നമുക്കറിയാം, ഒരു ട്രയൽ അലോട്ട്മെൻ്റ് ഉണ്ട്. 4-ാം തീയതി വരെ കൊടുത്തിരിക്കുന്നവരുടെ ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ട് 5-ാം തീയതി ഒരു ട്രയൽ അലോട്ട്മെൻ്റ് ഉണ്ട്. അതിനുശേഷവും ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് മേഖലയും സ്വകാര്യ മേഖലയും അർദ്ധ സർക്കാർ മേഖലയും ഒക്കെ ഉൾപ്പെടെയുള്ള ഓപ്ഷനുകളാണ് വിദ്യാർത്ഥികൾ സമർപ്പിക്കേണ്ടത്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ, കോളേജുകൾ, ഫീസ്, ദൂരം എല്ലാം നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കേണ്ടത്. നമുക്ക് 6-ാം തീയതി വൈകുന്നേരം 4 മണി വരെ മാത്രമേ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. ട്രയൽ അലോട്ട്മെൻറ്റ് 5-ാം തീയതിയാണ്. അതിൻ്റെ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 7-ാം തീയതി വെബ്സൈറ്റിൽ വൈകുന്നേരം പ്രസിദ്ധീകരിക്കും. വൈകുന്നേരത്തോടുകൂടി മാത്രമേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരികയുള്ളൂ. അതിലെന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് 8-ാം തീയതി ആയിരിക്കും ആദ്യഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 12-ാം തീയതി വൈകുന്നേരം 4 മണിക്കകം നമ്മൾ ഓപ്ഷനൊക്കെ കൊടുത്തു, ഒരു സീറ്റ് അലോട്ടഡായി. ഈ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിലനിൽക്കണമെങ്കിൽ, നമുക്ക് ഈ സീറ്റിൽ പോകണമെങ്കിൽ നിർബന്ധമായിട്ടും 12-ാം തീയതിക്കുള്ളിൽ നമ്മൾ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി നമ്മൾ ഫീസ് അടയ്ക്കണം. ഗവൺമെൻറ് മേഖലയാണെങ്കിൽ 9560. ഇനി രജിസ്റ്റേർഡ് ഫിഷർമാൻ SC/ST വിഭാഗമാണെങ്കിൽ ഫീസൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല. എന്നാൽ മറ്റ് അർദ്ധ സർക്കാർ മേഖലകളിൽ എത്രയാണോ നിങ്ങളുടെ ഓപ്ഷൻ്റെ ഫീസ്, ആ ഫീസിൽ 10000 രൂപ. സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണെങ്കിലും 10000 രൂപയായിരിക്കും എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി അടയ്ക്കേണ്ടത്. എന്നാൽ കോളേജിൽ പോകേണ്ടതായിട്ടില്ല. 2-ാം ഘട്ടത്തിന് ശേഷമാണ് കോളേജുകളിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ചെന്ന് ചേരേണ്ടത്. അപ്പോൾ ഈ അടയ്ക്കുന്ന 12000 രൂപയ്ക്ക് ശേഷം ബാക്കി അടച്ചാൽ മതിയാകും. നമുക്കിപ്പോൾ ഒരു സെൽഫ് ഫിനാൻസിങ് ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആദ്യം 2000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു, 10000 രൂപ നമ്മൾ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അടച്ചു. 2-ാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് കോളേജിൽ ചെല്ലുമ്പോൾ ബാലൻസ് തുക അടച്ചാൽ മതിയാകും. ഗവൺമെൻറ് മേഖലയാണെങ്കിൽ നമ്മൾ 2000 രൂപ ആദ്യം അടച്ചു, അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ ബാക്കി 7600 രൂപ അടയ്ക്കുന്നു. കോളേജിൽ ചെല്ലുമ്പോൾ ബാക്കി PTA ഫണ്ട് പോലുള്ള ബാക്കി തുക അടച്ചാൽ മാത്രം മതിയാകും. 2-ാം ഘട്ടത്തിന് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രം കോളേജുകളിൽ പോയാൽ മതിയാകും. 12-ാം തീയതിക്ക് ശേഷം ഫീസ് അടച്ചാൽ മതിയാകും. ഓരോ കോളേജുകളിലെയും ഫീസുകൾ നമ്മളുടെ പ്രൊഫൈൽ തന്നെ ഉണ്ട്. ഗവൺമെൻറ് മേഖല, അർദ്ധ സർക്കാർ മേഖല, സ്വകാര്യ മേഖല, അതുപോലെ ഫീ വേവർ സ്കീം, നമ്മളുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫീ വേവർ സ്കീം ഒക്കെയുള്ള ഓരോ കുട്ടിയും ഓരോ കോളേജിലും ഓരോ കോഴ്സിനും അടയ്ക്കേണ്ട തുക നമ്മളുടെ ഓപ്ഷൻ്റെ കൂടെ തന്നെ കാണാം. അതുകൊണ്ട് നമുക്ക് ഈ ഫീസ് സ്ട്രക്ചറിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങൾക്കും ഉണ്ടാകാനുള്ള അവസരമില്ല. ഇനി നമുക്ക് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി ഓപ്ഷനുകൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രിഫറൻസ് ഓർഡർ കൊടുക്കേണ്ടത്, അത് സേവ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്, അതിനുശേഷം പ്രിൻ്റ് സേവ് ഓപ്ഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ce.kerala.gov.in കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ ആപ്ലിക്കേഷൻ വരും. പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. നമുക്കറിയാം OTP വരും. അതിനുശേഷം രജിസ്ട്രേഷൻ ഫീസ് 2000 രൂപ അടയ്ക്കണം. നമ്മുടെ SC/ST, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഫിഷർമാൻ, OEC വിഭാഗങ്ങൾക്ക് 500 രൂപ മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസ്. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് അലോട്ടഡ് ആയാൽ തന്നെ ഈ രജിസ്ട്രേഷൻ ഫീസ് നമുക്ക് നഷ്ടപ്പെടും. എന്നാൽ നമ്മൾ കോളേജ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അതിന് ശേഷമുള്ള ഫീസ് അടച്ചാൽ മാത്രം മതിയാകും. ഫസ്റ്റിൽ ഉൾപ്പെടെ അലോട്ടഡ് ആയിട്ട് പോയില്ലെങ്കിലാണ് നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുക. നമ്മൾ അലോട്ട്മെൻറ്റിൽ തുടർന്ന് പങ്കെടുക്കുകയും ആ കോളേജ് പ്രവേശനമൊക്കെ ഉറപ്പാക്കുന്നുണ്ട്, കേരള എഞ്ചിനീയറിംഗ് വഴി തന്നെയാണ് പോകുന്നതെങ്കിൽ ഈ രജിസ്ട്രേഷൻ ഫീസിന് ബാക്കിയുള്ള തുക അടച്ചാൽ മാത്രം മതിയാകും. അപ്പം കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ നമ്മളെ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രൊഫൈൽ പേജ് വന്നു. നമ്മൾ ഏതൊക്കെ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ കാറ്റഗറി എന്തൊക്കെ നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ കാറ്റഗറി ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് കാണാം. OBC ആണോ, ഈഴവയാണോ, മുസ്ലിം ആണോ, അതുപോലെ OEC ആണോ,
രജിസ്റ്റേർഡ് ഫിഷർമാൻ ആണോ, നമുക്കെല്ലാം തന്നെ നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം. നമ്മൾ പ്രത്യേകിച്ച് OBC ആണെന്നോ OEC ആണെന്നോ അല്ലെങ്കിൽ ഫീ വേവർ സ്കീമിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നോ ഒന്നും നമ്മൾ പറയേണ്ടതായിട്ടില്ല. ഇതെല്ലാം നമ്മളുടെ പ്രൊഫൈൽ അസൈൻഡ് ആണ്. നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്മുടെ പ്രിഫറൻസ് ഓർഡർ നമുക്ക് ഏറ്റവും താല്പര്യമുള്ളതനുസരിച്ച് നമ്മുടെ റാങ്കിനും റിസർവേഷനും അനുസരിച്ച് കിട്ടാൻ അർഹതയുള്ളത്, അതുപോലെ തന്നെ ഇനി ഏറ്റവും ലീസ്റ്റായിട്ട് നമുക്ക് എവിടം വരെ വേണം എന്നുള്ളത് മാക്സിമം ഓപ്ഷനുകൾ സേവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാനം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ഒരവസരമേ ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കോളേജുകളും കോഴ്സുകളും കൊടുക്കാനായിട്ട് ആദ്യ 2 അലോട്ട്മെൻറ്റുകൾ നമുക്ക് ഒറ്റ അവസരമേ ഉള്ളൂ. ഇപ്പം നമ്മളത് കൊടുത്തില്ല, രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ഓപ്ഷൻ കൊടുക്കാനായിട്ട് ഒരവസരമേ ഉള്ളൂ. മാക്സിമം ഓപ്ഷൻ കൊടുക്കാം. ഒരാൾക്ക് എത്ര ഓപ്ഷൻ കൊടുക്കാമെന്നില്ല. എത്രത്തോളം അയാളുടെ പ്രൊഫൈലിൽ കാണുന്ന മുഴുവൻ ഓപ്ഷനുകളും അയാളുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രിഫറൻസ് ഓർഡറായിട്ട് നമ്മൾ നൽകുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ജോലി. അതിനകത്ത് ഒരെണ്ണേ കൊടുക്കാവുള്ളൂ, 100 എണ്ണം കൊടുക്കാം, 150 എണ്ണം കൊടുക്കാം, അങ്ങനെയൊന്നുമില്ല. എന്താണോ നമ്മളുടെ താല്പര്യം നമ്മളത് കേരള എൻട്രൻസ് കമ്മീഷനെ അറിയിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ റാങ്ക് 10,000 അപ്പോൾ CET കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് CET പഠിക്കാനാണ് ആഗ്രഹമുണ്ടായിരുന്നതെങ്കിൽ CET നമുക്ക് ഒന്നാമതായിട്ട് കൊടുക്കാം. ഇനി TKMൽ പഠിക്കാനാണോ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ പഠിക്കാനാണോ, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് പഠിക്കണം, നമ്മളുടെ താല്പര്യം എന്താണ്, നമ്മളുടെ റാങ്കും റിസർവേഷനും ഒന്നും നോക്കാതെ നമ്മളുടെ താല്പര്യം എന്താണെന്നുള്ളത് ആദ്യം കൊടുക്കുക. അതിനുശേഷം നമുക്ക് കിട്ടാൻ അർഹതയുള്ളത് നമ്മളുടെ 2025 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മളുടെ യാത്രാ സൗകര്യങ്ങൾ, ഫീസ് സ്ട്രക്ചറുകൾ, ഗവൺമെൻറ് കോളേജ്, അർദ്ധ സർക്കാർ കോളേജ്, അങ്ങനെ നമ്മൾ തരം തിരിച്ചിട്ട് നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ അതിൻ്റെ പ്രിഫറൻസ് ഓർഡറിൽ സെലക്ട് ചെയ്യുകയും സേവ് ചെയ്യുകയും ചെയ്യുക. ഇതുവരെ അനുസരിച്ച് 4-ാം തീയതി വരെ കൊടുത്തിരിക്കുന്നവരുടെ, അല്ലെങ്കിൽ 5-ാം തീയതി ഉച്ചവരെ കൊടുത്തിരിക്കുന്നവരുടെ വെച്ചിട്ട് 5-ാം തീയതി ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കൊടുത്തിരിക്കുന്നത് വെച്ച് നമ്മളുടെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്തത് ശരിയാണോ, നമുക്ക് ഏത് കിട്ടാനാണ് അർഹത, കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴോട്ടുള്ളതെല്ലാം ക്യാൻസലാവും. ഏതെങ്കിലും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മുകളിലോട്ട് എടുത്ത് വെക്കാം. അങ്ങനെ 6-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് ഓപ്ഷൻ അറേഞ്ച് ചെയ്യാനുള്ള അവസരം. അപ്പോൾ ഇപ്പം നമ്മൾ ഓപ്ഷൻ കൊടുത്തു, സേവ് ചെയ്തു, നമുക്ക് തീർച്ചയായിട്ടും 6-ാം തീയതി വൈകുന്നേരം 4 മണി വരെ വീണ്ടും അറേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ മുഴുവൻ സേവ് ചെയ്യാനോ ഒക്കെ നമുക്ക് അവസരമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ആ ഫെസിലിറ്റി 6-ാം തീയതി വൈകുന്നേരം 4 മണി വരെ ഉണ്ട്. ഇവിടെ നമ്മൾ സേവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ലോക്ക് ചെയ്യാമെന്നോ അപ്ഡേറ്റ് ചെയ്യാമെന്നോ സബ്മിറ്റ് ചെയ്യാമെന്നോ ഒന്നുമില്ല. സേവ് ചെയ്യുക, സേവ് ചെയ്ത് ഓപ്ഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. പലരും പറയാറുള്ള കാര്യം, ഞാൻ കൊടുക്കാത്ത ഓപ്ഷനുകൾ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റൊന്നും കിട്ടിയില്ല എന്നൊക്കെ. അങ്ങനെ നമുക്കൊരു തെളിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത ഓപ്ഷൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് റെസ്പോൺസ് നമുക്ക് കാണാം, അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി പോയാൽ മാത്രം മതിയാകും. ഓക്കെ, ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് പോകാം. OTP ഉണ്ട്, രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, അതിനുശേഷമാണ് ഓപ്ഷൻ്റെ പേജിലോട്ട് എത്തുന്നത്. അപ്പം OTP നമ്മൾ എൻ്റർ ചെയ്തു, നമ്മൾ പേയ്മെൻറ്റ് അടച്ചു, ഇനി ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിലേക്ക് പോവുകയാണ്. വേറെ മാൽ പ്രാക്ടീസ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും OTP എൻ്റർ ചെയ്യണം. അതിനുശേഷം മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് കയറിയുള്ളൂ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ, ഈ കുട്ടിയുടെ റാങ്കിനനുസരിച്ച് 939 939 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ മുഴുവൻ ഓപ്ഷൻസ് കൊടുക്കണം എന്നല്ല, ഇത്രയും ഓപ്ഷൻസ് കൊടുക്കാനുള്ള അർഹത ഗവൺമെൻറ് കോളേജിലും അർദ്ധ സർക്കാർ കോളേജിലും സ്വകാര്യ കോളേജിലുമായിട്ട് നമുക്കുണ്ട്. നമ്മളുടെ പ്രിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ആഗ്രഹം നമ്മളുടെ റാങ്ക് 1 ആയിക്കൊള്ളട്ടെ, 10 ആയിക്കൊള്ളട്ടെ, 100 ആയിക്കൊള്ളട്ടെ, 50,000 ആയിക്കൊള്ളട്ടെ, 64,000 ആയിക്കൊള്ളട്ടെ, നമ്മളുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും. നമുക്കൊരു സീറ്റ് തന്നിട്ട് മാത്രമേ നമ്മുടെ റാങ്കിന് തൊട്ടടുത്ത ആളെ പരിഗണിക്കുകയുള്ളൂ. എൻ്റെ റാങ്ക് 5200 5199 വരെയുള്ള ആൾക്കൊരു സീറ്റ് കൊടുത്തിട്ട്, അയാളുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് ഒരു സീറ്റ് കൊടുത്തിട്ട് മാത്രമേ എൻ്റെ ഓപ്ഷൻ എന്താണെന്ന് പോലും നോക്കുന്നുള്ളൂ. ഞാനിപ്പം ഏത് കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് തൊട്ട് മുകളിലുള്ള ആൾക്ക് വരെ ഒരു സീറ്റ് കൊടുത്തിട്ട് എൻ്റേത് എന്താണെന്ന് തന്നെ പരിഗണിച്ചിട്ടുള്ളൂ. എൻ്റെ 5200 എന്ന എൻ്റെ റാങ്ക് പരിഗണിക്കുമ്പോൾ എൻ്റെ ആദ്യം മുതൽ ഏറ്റവും ടോപ്പ് മുതലുള്ള മുഴുവൻ ഓപ്ഷനും പരിഗണിച്ചിട്ട്, ആദ്യം മുതലുള്ള ഓപ്ഷനുകൾ പരിഗണിച്ചിട്ട് അവിടെ ആദ്യത്തിൽ തന്നെ ജനറലായിട്ട് തരാൻ പറ്റുമോ, ജനറൽ അല്ലെങ്കിൽ ഞാൻ OBC ആണെങ്കിൽ OBC ആയിട്ട് തരാൻ പറ്റുമോ, അതിനകത്ത് ഫിഷർമാൻ ആയിട്ട് തരാൻ പറ്റുമോ, അല്ലെങ്കിൽ എക്സ് സർവീസ് കോട്ടയുണ്ടോ, സ്പോർട്സ് കോട്ടയുണ്ടോ, ഓരോ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ എങ്ങനെയെങ്കിലും തരാമോ നോക്കും. അവിടെ വേക്കൻസി ഇല്ലെങ്കിൽ രണ്ടാമത്തേതിനകത്ത് ജനറലായിട്ട് തരാമെന്ന് തോന്നും. അവിടെയും വീണ്ടും എല്ലാ ഓപ്ഷനും പരിഗണിക്കുക. അങ്ങനെയാണ്
നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളെ പരിഗണിക്കുക. എന്നിട്ട് ആദ്യത്തെ വേക്കൻസിയാണ് തരുന്നത്. അതിൻ്റെ താഴോട്ടുള്ളതെല്ലാം ഡിലീറ്റ് ആയിട്ട് പോവും. നമുക്ക് പിന്നെ അത് കൊടുക്കാനായിട്ട് അവസരമില്ല. അപ്പം നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ നമ്മൾ ഏറ്റവും താല്പര്യമുള്ളതാണ് നമ്മൾ അറിയിക്കേണ്ടത്. നമുക്കിവിടെ കോഴ്സുകൾ അപ്ലൈ ചെയ്യാം. നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് CS എന്നുള്ള കോഴ്സാണല്ലോ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഗവൺമെൻറ് മേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും അർദ്ധ സർക്കാരിൻ്റെയും ഒക്കെ ഇവിടെ ലിസ്റ്റ് വന്നു. ഇതിനകത്ത് ഫീസുണ്ട്. ഇത്തവണ നമുക്കറിയാം ഫീ വേവർ സ്കീമുണ്ട്. നമ്മൾ കേരള എഞ്ചിനീയറിങ്ങിന് അപ്ലൈ ചെയ്തതനുസരിച്ച് നമ്മൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ ഗവൺമെൻറ് ഫീസും 70,000 രൂപയുടെ ഫീസും 1 ലക്ഷത്തിൻ്റെ ഫീസുണ്ട്. അതൊക്കെ നമുക്കിവിടെ അസൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഫീസാണ് നമ്മൾ അടയ്ക്കേണ്ടത്. നമ്മളൊരു ഫീസ് അടയ്ക്കേണ്ടാത്തൊരു വ്യക്തിയാണെങ്കിൽ, അതായത് ഒരു OEC രജിസ്റ്റേർഡ് ഫിഷർമാനോ KU KN SC ST വിഭാഗമാണെങ്കിൽ ഇവിടെ 0 എന്നായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ 500 എന്നായിരിക്കും കാണുന്നത്. ഓൾറെഡി നമ്മൾ 500 അടച്ചിട്ടുണ്ട്. ആ 500 കാണുള്ളൂ, അല്ലെങ്കിൽ 0 കാണുള്ളൂ. എന്നാൽ ഫീ വേവർ സ്കീമിൽ ഉൾപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ ആ രൂപയായിരിക്കും കാണുന്നത്. ഫീ വേവർ സ്കീമിൽ അല്ലാത്ത ആൾക്കാണെങ്കിൽ 1 ലക്ഷം രൂപ എന്നായിരിക്കും സെൽഫ് ഫിനാൻസിങ്ങിൽ കാണുന്നത്. അർദ്ധ സർക്കാർ കോളേജുകളാണെങ്കിൽ അതനുസരിച്ചായിരിക്കും കാണുന്നത്. അപ്പം നമ്മളായിട്ട് ആകെ പ്രിഫറൻസ് ഓർഡർ പറയാൻ മാത്രമേ ഉള്ളൂ. ഓരോ ഓപ്ഷനു നേരെയും ഫീസുണ്ട്. അതുകൊണ്ട് നമുക്ക് തെറ്റിപ്പോകുന്നത് ഇല്ല. നമുക്ക് ആഗ്രഹം ഗവൺമെൻറ് കോളേജുകളിൽ പഠിക്കാനാണ്. ഗവൺമെൻറ് കോളേജിൽ മാത്രമേ പോകുന്നുള്ളെങ്കിൽ ഗവൺമെൻറ് മാത്രം വെച്ചാൽ മതി. അതല്ല, ആദ്യം ഗവൺമെൻറ് കിട്ടുമെന്ന് നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് അർദ്ധ സർക്കാർ കിട്ടുമെന്ന് നോക്കുന്നു, അത് കഴിഞ്ഞിട്ടാണ് സ്വകാര്യമെങ്കിൽ നമ്മളുടെ അതനുസരിച്ച് നമുക്കിവിടെ ഗവൺമെൻറ് കോളേജസ് നിന്ന് മാത്രം കൊടുക്കാം. ഇത് കോട്ട എന്ന് പറയുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല. ഇവിടെ നമുക്ക് അവൈലബിൾ ഓപ്ഷൻസ് കാണിക്കേണ്ട. ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് സെലക്ട് ചെയ്താലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഈ കോട്ട എന്നുള്ളതിന് നിങ്ങൾ ഓളം തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. അവിടെ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ഫിൽറ്ററിങ് നടക്കുന്നില്ല. ദെൻ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് കൊടുത്തു, ഗവൺമെൻറ് കോളേജിൽ നിന്ന് കൊടുത്തു. ഒന്നാമത് എനിക്ക് തിരുവനന്തപുരത്ത് പഠിക്കാനാണ് താല്പര്യം. ഞാൻ തിരുവനന്തപുരം സെലക്ട് ചെയ്തു. ഇത് റൈറ്റ് സൈഡിൽ വന്നു. ഇതെൻ്റെ ഒന്നാമത്തെ ഓപ്ഷനായി. എൻ്റെ ആഗ്രഹം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ CS ആയിരുന്നു. ഇനി എനിക്ക് ഇവിടെ തന്നെ EC ആണെന്നുണ്ടെങ്കിൽ ഇവിടെ EC സെലക്ട് ചെയ്യാം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ EC. അതും എനിക്ക് തിരുവനന്തപുരത്ത് പഠിക്കാനായിരുന്നു ആഗ്രഹം. അതെൻ്റെ രണ്ടാമത്തെ ഓപ്ഷനായി. ഇനി എനിക്ക് പഠിക്കണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് തന്നെ എനിക്ക് തൃശ്ശൂരായിരുന്നു പഠിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ഇങ്ങനെ ഓപ്ഷൻ അല്ല കൊടുക്കേണ്ടത്. ഇതിനകത്ത് അവനവൻ്റെ പ്രയോറിറ്റി എന്താണോ അതിനാണ് കൊടുക്കേണ്ടത്. ഞാൻ ഒരു പ്രിഫറൻസ് ഓർഡർ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളുടെ ഓപ്ഷൻസ് ഇവിടെ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനെയാണ് നമ്മുടെ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മളെ പരിഗണിക്കുകയുള്ളൂ. നമ്മൾ എപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും ഓരോ ഓപ്ഷനും കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു 4-5 ഓപ്ഷൻ കൊടുത്തിട്ട്, കാരണം കമ്പ്യൂട്ടർ സ്റ്റക്കൊക്കെ ആയിപ്പോയി സേവ് ആകാതെ പോകും. അതുകൊണ്ട് ഒരു 4-5 ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് സേവ് ആണ്. അപ്പം സേവ് ചെയ്യുക. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ 3 ഓപ്ഷൻസ് സേവ് ആയി. എങ്ങനെ കാണാനായിട്ട് പറ്റും? പ്രിൻ്റ് ഓപ്ഷൻ ലിസ്റ്റ്. ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് TV, കണ്ടോ? G എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്. ഇത് നമുക്ക് ഓപ്ഷൻസ് നമുക്ക് പ്രിൻ്റ് ഔട്ട് കാണാം. ഇനി ഞാനിപ്പം തീർക്കുന്നില്ല, എനിക്ക് ബാക്കിയും കൂടെ ഓപ്ഷൻ കൊടുക്കുന്നു. ഇനി നമുക്ക് അർദ്ധ സർക്കാർ കോളേജുകളുടെ ഓപ്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് മോഡൽ എഞ്ചിനീയറിംഗിൽ കൊടുക്കണം. അവിടെ 2 ഫീസുണ്ട്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മാനേജ്മെൻറ്റ് ഫീസ് 82,000 രൂപയുടെ ഫീസും ഉണ്ട്. അതുപോലെ തന്നെ 49,000 രൂപയുടെ ഫീസും ഉണ്ട്. ഈ രണ്ടും നമുക്ക് 2 ഓപ്ഷനാണ്. എനിക്ക് ആദ്യം ഫീസ് കുറഞ്ഞ് ഞാൻ സെലക്ട് ചെയ്തു, മെറിറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ തന്നെ മാനേജ്മെൻറ്റ്, കാരണം എനിക്ക് മോഡലിൽ എന്താണേലും പഠിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മോഡലിലെ 2 ഓപ്ഷൻസ് രണ്ടായിട്ട്, ഒന്ന് 49,000 രൂപയുടെയും ഒന്ന് 82,000 രൂപയുടെയും ഓപ്ഷൻസ് സേവ് ചെയ്തു. ഇനി എനിക്ക് ഫീസ് അത്രയും കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഈ മെറിറ്റ് സീറ്റ് മാത്രം, ഫീസ് കുറഞ്ഞത് മാത്രമായിട്ടൊക്കെ സെലക്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ KSRTCയുടെ കോളേജാണെങ്കിൽ മെറിറ്റ് ഫീസ് എന്ന് പറയുന്നത് 1,05,000 ആണ്. എന്നാൽ അവിടുത്തെ മെറിറ്റ് ലോവർ ഫീ എന്ന് പറയുന്നത് 46,000 രൂപയുള്ളൂ. ഞാൻ അത് സെലക്ട് ചെയ്തു. കാരണം ഇവിടെ ഒരു 1 ലക്ഷം ആയതുകൊണ്ട് ഞാനവിടെ ഇപ്പോൾ കൊടുക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ കൊടുക്കുന്നുള്ളൂ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്യാം. നമ്മൾ സേവ് ചെയ്യുന്നു. പ്രിൻ്റ് ഓപ്ഷൻ ഏറ്റവും അവസാനം നമ്മൾ ഈ പ്രിൻ്റ് ഓപ്ഷനാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത്. നമുക്ക് ഇന്ന് റീഅറേഞ്ച് ചെയ്യാം, നാളെ വീണ്ടും വേണം റീഅറേഞ്ച് ചെയ്യാം. 5-ാം തീയതിത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കിയിട്ട് നമുക്ക് വേണം പുതിയ ഓപ്ഷൻസ് കൊടുക്കാം, കുറേ ഓപ്ഷൻസ് കളയാം, വീണ്ടും സേവ് ചെയ്തിട്ട് ഏറ്റവും അവസാനം 6-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ നമ്മൾ സേവ് ചെയ്ത് ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. സേവ് ചെയ്യുക, ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ലോക്ക് ചെയ്യാമെന്നോ സബ്മിറ്റ് ചെയ്യാമെന്നോ അപ്ഡേറ്റ് ചെയ്യാമെന്നോ ഒന്നുമില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട്
നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേരള എഞ്ചിനീയറിങ്ങിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ. നമുക്ക് ഇനി വീണ്ടും നമുക്ക് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നമുക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ 6 ഓപ്ഷൻ കൊടുത്തു, നമുക്ക് 4ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ 5ഉം 6ഉം നമ്മളുടെ നിന്ന് പോയി, അതിന് കിട്ടത്തേ ഇല്ല. 1, 2, 3 ഹയർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. 4ാമത്തത് കിട്ടി, നമ്മൾ ഫീസ് അടച്ചു. എന്നിട്ട് ഈ 3 ഓപ്ഷൻസിന് നമുക്ക് താല്പര്യമുണ്ട്, വേണം. അപ്പോൾ നമ്മൾ രണ്ടാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്താൽ ഇവിടെ വീണ്ടും നമ്മളെ പരിഗണിക്കും. നമുക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഒന്നും കിട്ടിയില്ല, ഒരു സീറ്റും കിട്ടിയില്ല. രണ്ടാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം. ഈ 6 ഓപ്ഷൻസിനെ പറ്റും. പക്ഷേ നമ്മൾ അപ്പം നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ലാസ്റ്റ് റാങ്ക് വെച്ചിട്ട് നമുക്ക് കിട്ടാൻ അർഹതയൊന്നുമില്ല. എന്നാൽ കുറച്ച് കോളേജും കൂടെ കൊടുത്തേക്കാൻ തോന്നിയാലോ? രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരു കാരണവശാലും ആദ്യത്തേലുണ്ടായിരുന്ന കോളേജോ കോഴ്സോ വെക്കാൻ അനുവദിക്കില്ല. പുതിയതായിട്ടൊരു കോളേജ് വന്നാൽ വെക്കാം. പക്ഷേ ഇപ്പോൾ ഉള്ള CET TKM കോട്ടയോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ കോളേജുകളൊന്നും രണ്ടാം ഘട്ടത്തിൽ വെക്കാനായിട്ട് അനുവാദം കിട്ടില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഇപ്പം മാക്സിമം ഓപ്ഷൻ 50 100 എത്രയാണോ ഓപ്ഷൻ അത്രയും സേവ് ചെയ്തോളണം. ജൂലൈ 6-ാം തീയതി 4 മണിക്കുള്ളിൽ. പിന്നൊരു അവസരം ഒരിക്കലും ഉണ്ടാവില്ല. കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേണമെങ്കിൽ ആദ്യം തന്നെ മാക്സിമം ഓപ്ഷൻ വെക്കണം. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, പോകാവുന്ന കോളേജും കോഴ്സും മാത്രമേ വെക്കാവുള്ളൂ. അലോട്ട്മെൻറ്റ് വന്നു, 4ാമത്തത് വന്നു, അയ്യോ അവിടെ 80,000 രൂപ ഫീസ്, എനിക്ക് വേണ്ട, ഞാൻ അടുത്ത ഘട്ടത്തിൽ മതി. ഇപ്പം നമ്മൾ ഇത് ഫീസ് അടച്ചെടുത്തില്ലെങ്കിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളെ പരിഗണിക്കുകയുമില്ല. 3ാം ഘട്ടത്തിലോ സ്റ്റേ വേക്കൻസി 4ാം ഘട്ടത്തിൽ മാത്രമേ നമ്മളെ പിന്നീട് പരിഗണിക്കുകയുള്ളൂ. രണ്ടാം ഘട്ടത്തിൽ നമ്മളെ പരിഗണിക്കില്ല. അപ്പോൾ അതും ഓർത്തിരിക്കുക. അലോട്ട്മെൻറ്റ് വന്നാൽ ഫീസ് അടയ്ക്കണം. അതിനുശേഷം മുകളിലോട്ടുള്ള ഓപ്ഷന് രണ്ടാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാനും ശ്രദ്ധിക്കുക. നമുക്ക് വേണമെങ്കിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്യാനൊക്കെ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് സമ്മതിക്കും. പക്ഷേ പുതിയതായിട്ടൊരു കോഴ്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ രണ്ടാം ഘട്ടത്തിൽ അനുവാദമില്ല. ആദ്യ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ മാക്സിമം ഓപ്ഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ടോപ്പുള്ള കോളേജ് വെച്ചു എന്നുള്ളതിന് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ഗവൺമെൻറ്റിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എത്ര ഓപ്ഷൻസ് വേണം നിങ്ങൾക്ക് ആദ്യ ഘട്ടത്തിൽ വെക്കാം. നിങ്ങളുടെ ഒരു റാങ്കിന് ഒരു സീറ്റ് തന്നിട്ട് മാത്രമേ നിങ്ങളുടെ താഴെയുള്ള റാങ്കുകാരനെ പരിഗണിക്കുകയുള്ളൂ. എൻ്റെ റാങ്ക് 25,000 റാങ്കാണ്. ഞാനൊരു ഗവൺമെൻറ് കോളേജ് ആദ്യം വെച്ചു നിർത്തി നമ്മളെ പരിഗണിക്കാതിരിക്കുമോ? 30,000-കാരനൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് വെച്ചെന്ന് വെച്ച് 30,000-കാരനെ അല്ല ആദ്യം പരിഗണിക്കുന്നത്. 25,000-കാരനൊരു സീറ്റ് കൊടുത്തിട്ട് മാത്രമേ 30,000-ൻ്റെ ഓപ്ഷൻ എന്താണെന്ന് പോലും നോക്കുകയുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. സേവ് ചെയ്യുക, പ്രിൻ്റ് ഓപ്ഷൻ എടുക്കുക, ലോഗൗട്ട് ചെയ്യുക. ലോഗൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വേറെ ഒന്നും നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ. കേരളത്തിലെ BPharm റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് ഈ അലോട്ട്മെൻറ്റ് നടപടികൾ ബാധകമല്ല. ഇത് എഞ്ചിനീയറിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ്. BPharm മറ്റൊരവസരത്തിൽ മറ്റൊരു നോട്ടിഫിക്കേഷൻ വരും. ഇത് കേരള എഞ്ചിനീയറിങ്ങിൻ്റെ അലോട്ട്മെൻറ്റാണ്, ആദ്യഘട്ട അലോട്ട്മെൻറ്റാണ്. അപ്പോൾ 6-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ നിങ്ങളുടെ ഓപ്ഷനുകൾ ഫില്ല് ചെയ്യുക. അലോട്ട്മെൻറ്റ് 7-ാം തീയതി വൈകുന്നേരം പ്രസിദ്ധീകരിക്കും. 8-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരികയും ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കുകയും ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പേയ്മെൻറ്റ് അടച്ചില്ല എങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റിനുള്ള അവസരവും അഡ്മിഷൻ അവസരവും ആദ്യ 2 ഘട്ടത്തിലേക്ക് നഷ്ടമാകുന്നതാണ്. എന്നാൽ റിസർവേഷനുള്ള വിഭാഗങ്ങൾ SC ST KU KN OEC രജിസ്റ്റേർഡ് ഫിഷർമാൻ അവർ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ബാക്കി എല്ലാവരും ഫീസ് അടച്ചാൽ മാത്രമേ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഈ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിലനിൽക്കുകയുള്ളൂ. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. അതിനുശേഷം രണ്ടാം ഘട്ടത്തിന് ശേഷം എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് കോളേജുകളിൽ പ്രവേശനത്തിനായിട്ട് ചെല്ലേണ്ടതുമാണ്. കീം 2026-ൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് വാർത്തകൾക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.